ഇന്ന് റജബ് മാസം അവസാനമാണ്. റജബ് മാസം അവസാനത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു പ്രത്യേകതയില്ല. പക്ഷെ നമ്മുടെ സമൂഹം, നമ്മുടെ മുസ്ലിങ്ങൾ പൊതുവിൽ റജബ് മാസത്തിൻ്റെ അവസാനം വളരെ പുണ്യപ്പെട്ട ഒരു ദിവസമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് എന്ന അത്ഭുത സംഭവം നടന്നത് റജബ് മാസത്തിലാണെന്നും അതുകൊണ്ട് തന്നെ റജബ് മാസത്തിലെ 27 രാവ് അത് ആരാധനയിൽ മുഴുകി ഉറക്കമൊഴിച്ചിരിക്കേണ്ടതാണെന്നും റജബ് 27-ന് നോമ്പനുഷ്ഠിക്കണം, മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞൊരു നോമ്പുണ്ട് എന്നൊക്കെ വിശ്വസിക്കുകയും അങ്ങനെ ആണ് ബഹുഭൂരിപക്ഷം ആളുകളും. അപ്പോൾ നമ്മളുടെ സമൂഹത്തിലെ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ധാരാളം ആളുകൾ ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ ഒരു ദിവസമുണ്ട്, അതിനിങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, നോമ്പുണ്ട്, രാത്രി മുഴുവൻ ഹയാത്താക്കണം, 1000 വർഷങ്ങൾ, ചില ആളുകൾ 1000 മാസങ്ങൾ ഒക്കെ ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കുറേ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ മുസ്ലിം സാമാന്യ ജനങ്ങളെ മുഴുവൻ ഈ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സമയമാണിത്. അതുകൊണ്ടാണ് അത് നമുക്കിവിടെ പറയേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും റജബ് മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകളുടെയും ഈ സാധാരണക്കാരായ ആളുകളെ, ലക്ഷക്കണക്കിന് ആളുകളെ വ്യൂവേഴ്സുള്ള പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത്. റമദാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ 27 രാവ് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ ഓരോ പോരിശകൾ പറഞ്ഞുകൊണ്ട് ഈ റജബ് മാസത്തെയും മഹത്വവൽക്കരിക്കുന്നുണ്ട്. വാസ്തവത്തിൽ യാതൊരു പുണ്യവും ഈ റജബ് മാസത്തിലെ അവസാനത്തെ ദിവസങ്ങൾക്കായി പ്രത്യേകിച്ചില്ല. റജബ് മാസം എന്ന് പറയുന്നത് ഒരു പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങൾ പവിത്രമായി കണക്കാക്കാൻ, ആ പവിത്രത നിലനിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ള 4 മാസങ്ങളുണ്ട്. മുഹറം, അതുപോലെ തന്നെ ദുൽഖഅദ, ദുൽഹിജ്ജ, അതുപോലെ റജബ്, അതിൽപ്പെട്ടൊരു മാസം. 8ാമത്തെ ചന്ദ്രവർഷത്തിലെ അറബി മാസത്തിലെ 8ാമത്തെ മാസമാണ് റജബ്. അത് പവിത്ര മാസമാണ് എന്നതിൽ കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് യാതൊന്നും സഹീഹായി അള്ളാഹുവും റസൂലും നമ്മളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നോമ്പ് നോൽക്കണമെന്ന് അള്ളാഹുവും റസൂലും നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യണം എന്ന് എവിടെയും സഹീഹായ ഒരു ഹദീസിലും അല്ലെങ്കിൽ ഒരു ഖുർആൻ വചനത്തിലും ഒന്നുമില്ല. ബാക്കിയൊക്കെ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന ഒരു വലിയ സംഭവമാണ്. അത് നമ്മൾ അങ്ങനെ കണക്കാക്കണം, ഇങ്ങനെ കണക്കാക്കണം, അതുകൊണ്ട് നമ്മൾ നോമ്പ് നോൽക്കുക, നമ്മൾ നിസ്കരിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ഇസ്തിഗ്ഫാർ നടത്തുക, ഇങ്ങനെ ഓരോന്നും ആളുകൾ മനുഷ്യനെ കൊണ്ട് ഇല്ലാത്ത പോരിശ പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇതുപോലെയാണല്ലോ. ഇപ്പോൾ നബിദിനത്തിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ കുറച്ച് ആരാധനയും നോമ്പും നിസ്കാരവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ആണ് നടന്നാൽ പിന്നെ നേരെ സ്വർഗത്തേക്കാണ് പോകാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളിലൊന്നും വലിയൊരു ശ്രദ്ധ ആവശ്യമില്ല എന്നൊരു സന്ദേശമാണ് പൊതു സമൂഹത്തിന്, പൊതു മുസ്ലിങ്ങൾക്ക് ഈ തരം പ്രസംഗങ്ങളും പണ്ഡിതന്മാരും ഒക്കെ നൽകുന്നത്. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ രീതി അങ്ങനെയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവൻ പാലിച്ചുകൊണ്ട്, ജീവിതത്തിൽ മുഴുവൻ പാലിച്ചുകൊണ്ട്, ശ്രദ്ധിച്ചുകൊണ്ട്, ഇബാദത്തുകളിൽ വീഴ്ച വരുത്താതെ അവൻ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. അത് ഏതെങ്കിലും ഒരു മാസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അത് പ്രത്യേകമായി ചെയ്യുക എന്നൊരു രീതി യഥാർത്ഥത്തിലില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ സമയത്ത് പറയേണ്ടി വരുന്നത്, ഈ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് അത് വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അൽ ഇസ്രാ എന്നുള്ള പേരിൽ ഒരു സൂറത്ത് തന്നെ വിശുദ്ധ ഖുർആനിലുണ്ട്, സൂറത്തുൽ ഇസ്രാ.
അല്ലെങ്കിൽ സൂറത്ത് ബനി ഇസ്രായീൽ, രണ്ടും ആ സൂറത്തിനുള്ള പേര് തന്നെയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിന ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അങ്ങനെയാണ് അത് തുടങ്ങുന്നത് തന്നെ. അതിൽ തന്നെ ഈ ഇസ്രായിനെ പറ്റി മുഴുവൻ അവിടെ പറഞ്ഞു. ഇസ്രാ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം രാത്രി സഞ്ചരിക്കുക എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രിയിൽ കൊണ്ടുപോവുകയുണ്ടായി. അതുകൊണ്ടാണ് അതിന് ഇസ്രാ എന്ന് പേര് പറയുന്നത്. പിന്നെ മസ്ജിദുൽ അഖ്സയിൽ എത്തിയതിന് ശേഷം ആകാശ ലോകത്തേക്ക് ജിബ്രീലിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർന്നു പോവുകയും അവിടെ ആകാശ ലോകങ്ങളിലുള്ള പല കാഴ്ചകൾ കണ്ട് അന്ന് തന്നെ ആ രാത്രി തന്നെ മടങ്ങി വീണ്ടും മസ്ജിദുൽ ഹറമിൽ അഥവാ മക്കത്തേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു. ആ സംഭവത്തെയാണ് ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ പദത്തിന്റെ അർത്ഥം കോണി എന്നാണ് അർത്ഥം. മുകളിലേക്ക് കയറാൻ ഉപയോഗിക്കുന്ന വസ്തു എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ കയറി പോകൽ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് അവിടെ നിന്ന് ആകാശ ലോകത്തേക്ക് കയറിപ്പോയതിനെ പറ്റി മിഅ്റാജ് എന്നും, മസ്ജിദുൽ ഹറമിൽ നിന്ന് മക്ക രാത്രിയിൽ സഞ്ചരിപ്പിച്ചവൻ പരിശുദ്ധൻ തന്നെയാണ്. മിനൽ മസ്ജിദുൽ ഹറാമിൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. അല്ലദീ ബാറക്നാ ഹൗലഹു, ആ മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിസരം അത് ബർക്കത്താക്കപ്പെട്ട സ്ഥലമാണ്. ലിനുരിയഹു മിൻ ആയാതിന, നമ്മളുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാനാണ്. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം സൂക്ഷ്മമായി കാണുന്നവനുമാകുന്നു. അതാണ് ആ ആയത്തിന്റെ അവിടെ അർത്ഥം. ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നത് ഈദാണ്. മിഅ്റാജിനെ പറ്റി പറയുന്നത് സൂറത്തു നജ്മിലാണ്. സൂറത്തു നജ്മിൽ ഈ ആകാശ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട ചില കാഴ്ചകളെ സംബന്ധിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. അതാണ് ഈ ഖുർആനിൽ അതിനെ പറ്റിയുള്ള പരാമർശം, അത്രയും സംഗതിയാണ്. പിന്നെ ഈ ഇസ്രാവും മിഅ്റാജും എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ കൂട്ടത്തിൽ ആളുകളുടെ ധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നാണ്. പല ആളുകളും അങ്ങനെയാണ് പറയുന്നത്. റസൂലുള്ളാഹി അള്ളാഹിനെ കണ്ട രാവാണിത്, അപരിശയാക്കപ്പെട്ട രാവാണ്. അള്ളാഹിന്റെ കണ്ടിട്ട് അള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് നമസ്കാരം ഇങ്ങനെ ഫർളാക്കപ്പെട്ടു കൊണ്ടുവന്നു വന്നതാണ്. അതൊക്കെ അള്ളാഹിനെ പോയി അവിടെ പോയി കണ്ടു എന്നൊക്കെയാണ് ആളുകൾ ധരിക്കുന്നത്. മിഅ്റാജിന്റെ സന്ദർഭത്തിലാണ് നമസ്കാരം ഫർളാക്ക 5 നേരം ഫർളാക്കുന്ന കൽപ്പനയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. പക്ഷെ അള്ളാഹുവിനെ കാണുക എന്ന അങ്ങനെ ഒരു സംഭവം ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അള്ളാഹു നേരിട്ട് സംസാരിച്ച വ്യക്തിയാണ് മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിനെ പറ്റി പറയുന്നേ കലീമുല്ലാഹ്, അള്ളാഹു ഇടയിൽ മറ്റൊരാളും ഇല്ലാതെ നേരിട്ട് മൂസ അലൈഹിസ്സലാമിനോട് സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്കൊക്കെ അറിയുന്നതാണ്, ചരിത്രത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും അള്ളാഹുവിനെ കണ്ടുകൊണ്ടല്ല, അള്ളാഹുവിനെ ഇങ്ങനെ കണ്ടുകൊണ്ടല്ല. റസൂലുള്ളാഹി മൂസ അലൈഹിസ്സലാമിനെ അള്ളാഹു തുരി സീനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് വിളിക്കുകയും അവിടെ വെച്ചിട്ട് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് സംസാരിക്കുകയും ചെയ്തു എന്ന് സഹീഹായ ഹദീസുകളിൽ മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ അള്ളാഹിനെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ കാണുക എന്ന് പറയുന്നത് അത് ഈ ദുനിയാവിൽ വെച്ചുള്ളതല്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു മൂസ അലൈഹിസ്സലാമുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂസ അലൈഹിസ്സലാമിന് ഒരു ആഗ്രഹം, അള്ളാഹുനൊന്ന് കണ്ടാലോ. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിൽ പറയുന്നുണ്ട്, വലമ്മാ ജാഅ മൂസ ലിമീഖാത്തിന, മൂസ നമ്മൾ നിർണയിച്ച സ്ഥലത്തേക്ക് വന്നപ്പോൾ, വകല്ലമഹു റബ്ബുഹു, രക്ഷിതാവ് അള്ളാഹു മൂസ അലൈഹിസ്സലാമിനോട് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ചപ്പോൾ കാല മൂസാ നബി പറഞ്ഞു, റബ്ബി അരിനി അൻദുർ, രക്ഷിതാവേ അള്ളാഹുവേ നീ എനിക്കൊന്ന് നിന്നെ നോക്കാനൊന്ന് കാണിച്ചു താ, എന്നെ ഒന്ന് കാണിച്ചു തരൂ, നിന്നെ ഒന്ന് കാണട്ടെ, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. കാല അള്ളാഹു പറഞ്ഞു, ലൻ തറാനി, എന്നെ ഒരിക്കലും കാണുകയില്ല. അത് ദുനിയാവിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിനെ പറ്റി, ദുനിയാവിൽ നിന്ന് അള്ളാഹുവിനെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല.
അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ സന്ദർഭത്തിലും കണ്ടിട്ടില്ല. അത് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചില ആളുകൾ പറഞ്ഞു, എന്ത്, ഹൽ റഅ മുഹമ്മദുൻ റബ്ബഹു. ആയിഷ നബിനോട് ചില ആളുകൾ ചോദിച്ചു, അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? ആയിഷ റളിയല്ലാഹു ആകെ അത്ഭുതമായി ആ ചോദ്യം കേട്ടിട്ട് തന്നെ. ആയിഷ ലഖദ് കഫ്ഫ ശഅരി മിമ്മാ ഖുൽത. എൻ്റെ ഈ ചോദ്യം കേട്ടിട്ട് എനിക്ക് വിറക്കുകയാണ്, എനിക്കാകെ എന്ത് പരിഭ്രാന്തിയായി മാറുകയാണ് ഞാൻ. എന്ത് ചോദ്യമാണിത്? മൻ സഅമ അന്ന മുഹമ്മദൻ റഅ റബ്ബഹു. മുഹമ്മദ് നബി അള്ളാനെ കണ്ടിട്ടുണ്ടെന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ ഫഖദ് അഅ്ലമ അലല്ലാഹി അൽഫിറിയത. അള്ളാന്റെ പേരിൽ ഇല്ലാത്തത് അയാൾ കെട്ടി പറയുകയാകുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മനുഷ്യനോട് പറഞ്ഞു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ആയിഷ അള്ളാഹ് പറഞ്ഞു, യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി മിഅ്റാജിന്റെ സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ട്. അതാരെയാണ്? അള്ളാഹുവിനെയല്ല. വലാകിൻ റഅ ജിബ്രീല ഫീ സൂറത്തിഹി. ജിബ്രീലിന്റെ രൂപത്തിൽ നബി കണ്ടിട്ടുണ്ട്. അത് 2 പ്രാവശ്യം ജിബ്രീലിന്റെ ഒറിജിനൽ രൂപത്തിൽ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ട്. സാധാരണ രീതിയിൽ മുഹമ്മദ് നബിയുടെ അടുക്കിലേക്ക് ജിബ്രീൽ ദിഹ്യത്തുൽ കൽബി എന്ന ഒരു സഹാബിയുടെ രൂപസാദൃശ്യത്തിലാണ് വരാറുണ്ടായിരുന്നത്. പല സന്ദർഭങ്ങളും റസൂലിന്റെ അടുക്കൽ മനുഷ്യരൂപം പ്രാപിച്ചു വരും. അങ്ങനെ മലക്കുകളിൽ പലരും മനുഷ്യരൂപത്തിൽ പ്രാപിച്ചു വരുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മറിയം അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് മനുഷ്യരൂപത്തിലാണ് മലക്ക് വന്നത്. എന്നിട്ട് അപ്പോഴാണ് മറിയം അലൈഹിസ്സലാം പറഞ്ഞത്, ഒന്ന് ഇവിടുന്ന് മാറി നിൽക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നിനക്ക് മകനുണ്ടാകുന്നുള്ള സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണെന്നൊക്കെ ഒരു സംസാരം. ഫതമസ്സല ലഹു ബശറൻ എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യരൂപം പ്രാപിച്ചു എന്നാണ് മലക്കിനെ പറ്റി പറഞ്ഞത്. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ നശിപ്പിക്കാൻ ഇബ്രാഹിം നബിന്റെ വീട്ടിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. സാധാരണ മനുഷ്യന്മാരുടെ രൂപത്തിൽ ഇബ്രാഹിം നബി നല്ല ഒരു കുട്ടനെ അറുത്തിട്ട് അതിനെ സൽക്കരിക്കാനൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ അങ്ങനെ തിന്നുന്നവരല്ല. അപ്പോഴാണ് ഇബ്രാഹിം നബിക്ക് തന്നെ മനസ്സിലായത്. അതുവരെ സാധാരണ മനുഷ്യന്മാരെ പോലെ ആ വീട്ടിലേക്ക് കയറി വന്ന ആളുകളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ മനുഷ്യരൂപത്തിൽ മലക്കുകൾ ഈ ഭൂമിയിലേക്ക് പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ അടുക്കൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലും പലപ്പോഴും വന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പലപ്പോഴും വരാറുള്ളത് ദിഹ്യത്തുൽ കൽബി എന്നൊരു സഹാബിയുടെ രൂപത്തിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് ചിലർ ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ദഹിയത്തുൽ കൽബിയായിട്ട് എന്താ ഇപ്പം നബി ഇത്ര അധികം സംസാരിക്കണത് എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നാറുണ്ട്. പിന്നെ നബി ഞങ്ങളോട് വന്ന് പറയും, അത് ജിബ്രീലായിരുന്നു. ജിബ്രീൽ വന്ന് ഞാനും ജിബ്രീലും സംസാരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒറിജിനൽ ജിബ്രീലിൻ്റെ രൂപം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 2 പ്രാവശ്യമാണ് കണ്ടത്. ഒന്ന് മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ആകാശലോകത്ത് വെച്ച് കണ്ടു. മറ്റൊന്ന് വഹയിന്റെ ഇഖ്റ ബിസ്മിയൊക്കെ അവതരിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം 1 പ്രാവശ്യം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു. റസൂൽ അത് വിവരിച്ചു തന്നു. അള്ളാഹുവിൻ്റെ വഹി പ്രകാരം അത് വിവരിച്ചു തന്നെ റസൂൽ പറഞ്ഞു, 600 ചിറകുകളുള്ള ഭീമാകാരമായ ഒരു രൂപമാണ് ഈ ജിബ്രീലിനുണ്ടായിരുന്നത് എന്ന് പറയും. മലായിക്കത്തുകൾ എന്ന് പറയുന്നത് ചിറകുകളുള്ള ജീവികളാണ്, അല്ലെങ്കിൽ ചിറകുകളുള്ളവരാണ് യഥാർത്ഥത്തിൽ മലായിക്കത്തിന്റെ രൂപം എന്നുള്ളത് സൂറത്തുൽ ഫാത്തിറിന്റെ ആദ്യത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, അതാണ് യഥാർത്ഥത്തിൽ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ കണ്ടത്. അല്ലാതെ നമ്മളെ പല ആളുകളും ഇങ്ങനെ പ്രസംഗിക്കണ പോലെ അള്ളാനെ നേരിട്ട് കണ്ട രാവാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ രാവ് മുഴുവൻ ഹയാത്താക്കണം, പിറ്റേന്ന് നോമ്പ് വെൽക്കണം എന്നൊക്കെ അങ്ങോട്ട് പറയാണ്. യഥാർത്ഥത്തിൽ അതിലൊന്നും ഒരു സത്യവും ആ വിഷയത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹുവിനെ മനുഷ്യൻ ദുനിയാവെന്ന് കാണൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുകയുണ്ടായി, വഅലമു അന്നകും ലൻ തറൗ റബ്ബക്കും ഹത്താ തമൂതു. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മരിക്കണവരെ നിങ്ങളുടെ രക്ഷിതാവിനെ അള്ളാഹുവിനെ നിങ്ങൾ കാണുകയില്ല എന്നാണ്. അപ്പൊ മരിച്ചതിന് ശേഷം കാണും. ആരാ കാണുക?
വിശ്വാസികൾ സ്വർഗാവകാശികൾക്ക് അള്ളാഹുവിനെ കാണും. സ്വർഗാവകാശികളല്ലാത്ത ആളുകൾ ഒരിക്കലും അവരെ കാണൂല. അത് സൂറത്തുൽ മുത്തഫിഫീനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. ഒരിക്കലുമില്ല അവർ അന്ന് ആ ദിവസം ഖിയാമത്ത് നാളിൽ പറയുന്ന സന്ദർഭം പറയണത് ഇൻ അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. രക്ഷിതാവിന്റെ കാര്യത്തിൽ അവര് മറയിടപ്പെട്ടവരായിരിക്കും. അള്ളാഹുവിനെ അവർക്ക് കാണാൻ കഴിയില്ല, അവർ മറയിട്ടവരായിരിക്കും. അവിശ്വാസികളെ അല്ലെങ്കിൽ നരകാവകാശികളെ സംബന്ധിച്ചാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്വർഗാവകാശികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് എന്താണ്? വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അന്ന് ചില മുഖങ്ങൾ വളരെ പ്രസന്ന മുഖങ്ങളായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ. ആ മുഖങ്ങളുള്ളവർ അവരുടെ രക്ഷിതാവിനങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ അവകാശികളായ ആളുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ആളുകൾ അങ്ങനെ അള്ളാഹുവിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവർക്ക് പിന്നെ കണ്ണെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അവർക്ക് സ്വർഗീയ അനുഭൂതികളെക്കാൾ അവർക്ക് വലിയ ഒരു ആത്മനിർവൃത്തി ഉണ്ടാകുന്നത് ഈ അള്ളാഹുവിനെ നേരിട്ട് കാണുകയാണ്. അപ്പൊ നമ്മൾ വലിയൊരു സംഭവം തന്നെയല്ലേ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, ഇത് മുഴുവൻ സംവിധാനിച്ച അങ്ങനത്തെ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ കഴിയുക. നമ്മളൊക്കെ മനസ്സിൽ എങ്ങനെയാണെന്ന് അറിയാതെ എല്ലാവരും മനസ്സിലങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ രൂപപ്പെടുത്തി കൊണ്ടും അല്ലാതെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന ഈ പ്രപഞ്ചനാഥനെ നേരിട്ട് കണ്ണുകൊണ്ട് അങ്ങോട്ട് കാണാൻ ഒരവസരം ഉണ്ടാവുമ്പോൾ സകലവും മറക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സ്വർഗത്തിലെത്തുമ്പോഴുള്ള കാഴ്ചയിലെ നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന സംഗതികളിൽ ഒന്ന് അത് തന്നെയാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുക. രണ്ടാമത്തത് അവനവൻ ഇഷ്ടപ്പെട്ട ആളുകളെ, പ്രവാചകന്മാർ, അവനവൻ്റെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഒക്കെ ദുനിയാവിൽ കുറേ കാലം ഒരുമിച്ച് ജീവിച്ച ആളുകൾ, അല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് മഹാന്മാരായി നമ്മൾ കേട്ട ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും മുഹമ്മദ് നബിയും അങ്ങനെ പ്രവാചകന്മാരായി നമ്മൾ കേട്ട് പരിചയിച്ച ഈ ആളുകളൊക്കെ നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ കാണുകയും അവരൊക്കെ നമ്മളോടൊപ്പമായി നിൽക്കുകയും ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലെ മറ്റു പലതിനേക്കാളും വലിയ ഒരു ആനന്ദം നൽകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സ്വർഗത്തിലാകുന്ന നിങ്ങളുടെ മക്കളും മാതാപിതാക്കളൊക്കെ ഒരുമിച്ചങ്ങനെ കൂടി അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ അനുഭൂതിയെപ്പറ്റിയും ദുനിയാവിലെ ജീവിതത്തെ പറ്റിയൊക്കെ അവരവിടുന്ന് ഇങ്ങനെ അയവിറക്കുന്നതാണ്. അവർക്കതൊക്കെ ഓർമ്മ ഉണ്ടാവും, ഓർമ്മ രീതിയിൽ അയവിറക്കും. ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ മരിച്ചുപോയ വാപ്പാരൊക്കെ ആ പിന്നെ രോഗാതുരായിട്ടും ഒക്കെ മരിച്ചുപോയ ആളുകൾ നല്ല ആരോഗ്യത്തോട് യൗവനത്തോട് കൂടി നമ്മുടെ മാതാപിതാക്കളാണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ നമ്മോടൊപ്പം ഇരുന്ന് നിൽക്കുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു സന്തോഷം നൽകുന്ന, നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ട, എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ വരണം എന്ന് നമ്മളൊക്കെ എപ്പോഴും കൊതിക്കേണ്ട ഒരു സംഗതിയാണല്ലോ, യാതൊരു സംശയമില്ല. അതിനൊക്കെ എന്ത് വേണം? നമ്മൾ സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്തിയെങ്കിലേ ഈ പറഞ്ഞ സംഗതികളൊക്കെ നടക്കുള്ളൂ. സ്വർഗത്തിലെത്താനാണെങ്കിലോ അതിന് നമ്മൾ ബോധപൂർവം പണിയെടുക്കണം. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ട, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. നല്ല 14-ാം രാവിലെ നിങ്ങൾ എത്ര വ്യക്തമായിട്ടാണോ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങൾ വ്യക്തമായി അള്ളാഹുവിനെ കാണും. അല്ലാതെ ചന്ദ്രനെ പോലെ നിൽക്കും അള്ളാഹു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ആ വ്യക്തതയെ പറ്റിയാണ് പറഞ്ഞത്. ആ വ്യക്തതയെ അത്രയും സ്പഷ്ടമായ രീതിയിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിലുള്ള മിഅ്റാജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാ ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്? മക്കത്ത് നിന്ന് അങ്ങോട്ട് ആകാശത്തേക്കാണ് കൊണ്ടുപോയാൽ പോലെ, എന്തിനാ ഈ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത് എന്നത് പലപ്പോഴും പലരും ഒരു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ ആകാശ ലോകത്ത് വന്ന് പോയി എന്ന് പറഞ്ഞാൽ അത് വെരിഫൈ ചെയ്യാൻ, അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഭൗതികമായി പരിശോധിച്ച് നോക്കാൻ നമ്മുടെ മുമ്പിൽ യാതൊരു ടൂളും ഇല്ല, ഒന്നുമില്ല.
അതൊരു സ്വപ്നമാണ് എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഇത് ഇത് ഇങ്ങനെ പോയിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് ശത്രുക്കളായ ആളുകൾ വെരിഫിക്കേഷൻ നടത്തിയ സംഗതിയാണ്, പരിശോധിച്ച് നോക്കിയാണ്. ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് അവർ അങ്ങനെ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കാൻ പിന്നെ നേരെ മക്കത്തുനിന്ന് തന്നെയുള്ള ആകാശത്തേക്കാണ് പോയാൽ പിന്നെന്തായാലും വഴിയില്ല. ആ പറയണത് തന്നെയല്ലേ ഉള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണത് തന്നെയല്ലേ ഉള്ളൂ. പറയണത് മതി, ആർക്ക്? വിശ്വാസികൾക്ക് അത് മതി. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ആളുകൾ വന്ന് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ പറയണത് കേട്ടില്ലേ? കൂട്ടുകാരൻ പറയണതാ ഇന്നലെ എന്താണ് മസ്ജിദുൽ അക്സയിൽ പോയി വന്നു, ഒരു മാസം പോണ ആ കാലഘട്ടത്തിൽ അവര് ഒട്ടകപ്പുറത്തൊക്കെ പോകുക എന്നുണ്ടെങ്കിൽ ഒരു മാസം വേണം മസ്ജിദുൽ അക്സയിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്ക് പോയി വരാൻ. അതാ പറയണത് രാവിലെ നേരം വെളുത്തപ്പോഴേക്ക് രാത്രി ആ ഒറ്റ രാത്രി പോയി വന്നു. അതുകൊണ്ടാണ് പല ആളുകളും ഭ്രാന്ത് പറയാന്നേ ഞങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളായിരുന്നു, ഇപ്പം നല്ല ഒറിജിനൽ ഭ്രാന്താന്ന് ബോധ്യായി എന്നൊക്കെ പറഞ്ഞ കമന്റ് അടിച്ച ആളുകളൊക്കെ ഉണ്ട് ആ കാലഘട്ടത്തിൽ. പിന്നെ അതിന് പുറമെയാണ് പറയണത് ആകാശത്തും പോയിട്ടുണ്ടല്ലോ. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനോട് ആ സംഗതി ആളുകൾ വന്ന് പറഞ്ഞു, കേട്ടില്ലേ കൂട്ടുകാരൻ പറയണത്? അവിശ്വാസികളായ ആൾ പറഞ്ഞാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, അങ്ങനെ പറഞ്ഞു എന്നാ അത് ശരിയാണ്, എന്നാ പിന്നെ അതിൽ യാതൊരു സംശയം. അതൊന്ന് ആലോചിച്ചു നിങ്ങൾ, തൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി അങ്ങനെ അങ്ങോട്ട് ബോധ്യത്തോടു കൂടി വിശ്വസിക്കാനും മനസ്സിലാക്കാനും കഴിയാറിനാൽ അതെന്താ അതിൻ്റെ ആ സൗഹൃദത്തിൻ്റെ ആഴമെന്ന് ആലോചിച്ചു. ഇങ്ങനെ പറഞ്ഞോ ആ ശരി, അയാൾ പറഞ്ഞിരണമെങ്കിൽ അതിൽ യാതൊരു പൊളിയുണ്ടാവില്ല, അത് ഉള്ള പോലെ ആയിരിക്കും എന്ന ഒരു വിശ്വാസം നമ്മളെപ്പറ്റി നമ്മളുടെ അടുത്ത് നമ്മളെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ഔന്നിത്യമാണ്. പലപ്പോഴും അടുത്ത് ജീവിക്കുന്ന ആളുകൾക്കാണ് നമ്മളെ പല വലിയ മഹാന്മാരെ പറ്റിയൊക്കെ പല അടുത്ത് ജീവിക്കുന്ന ആൾക്കാർ പലതും പറഞ്ഞിട്ടുണ്ട്. ഓരോ നമുക്കൊക്കെ വലിയ വലിയ ആളായിരിക്കും, ഞങ്ങൾക്ക് അറിയാലോ മൂപ്പരെ എന്ന് പറയും വലിയ മഹാന്മാരെ പറ്റി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പറ്റി റസൂലുള്ളാഹിയുമായി അടുത്ത് ജീവിച്ചാരും നല്ലതല്ലാതെ പറഞ്ഞിട്ടില്ല. റസൂലിൻ്റെ ഭാര്യമാര്, മക്കള്, സ്നേഹിതന്മാര്, അതുപോലെ ആത്മസുഹൃത്തുക്കൾ, ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരും നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് റസൂലുള്ളാഹിയുടെ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. നീ ഒരു മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഈ മസ്ജിദുൽ അക്സയിലേക്ക് റസൂലുള്ള പോയതുകൊണ്ടാണ് ഈ അവിശ്വാസികൾക്ക് അതൊന്ന് വെരിഫൈ ചെയ്യാൻ പറ്റിയത്. കാരണം അവർ ഇങ്ങനെ പോയി മസ്ജിദുൽ അക്സയിൽ പോയില്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ മുമ്പ് മിഅ്റാജിൻ്റെ മുമ്പോ ഇസ്രായിൻ്റെ മുമ്പോ മസ്ജിദുൽ അക്സയിലേക്കോ ഫലസ്തീനിലേക്കോ ഒന്നും റസൂലുള്ള പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ചോദിച്ചു, ഓക്കെ നീ പോയി എന്നല്ലേ പറയണത്, എന്നാലും നീ ഒന്ന് പറഞ്ഞാ പിന്നെ മസ്ജിദുൽ അക്സക്ക് എത്ര വാതിലുണ്ട്, അതിന് ഏതൊക്കെ ഭാഗത്താണ് ജനലുള്ളത്, അതൊന്ന് പറഞ്ഞാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി അവർ പറഞ്ഞു, സിഫ് ലനാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് എന്ന് വിവരിച്ചോളാം. അപ്പോൾ റസൂലുള്ളാഹി എന്നോട് പറയണേ, ഫജല്ലാഹുല്ലാഹു ലീ ഹത്താ നദർത്, എനിക്ക് അള്ളാഹു എൻ്റെ കണ്ണിൻ്റെ മുമ്പിലപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് അങ്ങനെ കാണിച്ചു തന്നു. അപ്പം ഞാനങ്ങനെ പറഞ്ഞു കൊടുത്തതാ, ഈ വാതിലിവിടെ, മറ്റോടത്ത് ഇങ്ങനെ ജനല്. അപ്പോൾ അവർക്കാകെ അത്ഭുതം, ഇത് ഒറിജിനലാണല്ലോ, ഇത് പറഞ്ഞപ്പോൾ ശരിയാണ്, ഈ പറഞ്ഞത് ശരിയാണല്ലോ എന്ന്. അപ്പോൾ രണ്ടാമത് അവരൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ചോദിച്ചത്? എന്നാ ശരി, ഞങ്ങളുടെ ഒരു കച്ചവട സംഘം ഇപ്പോൾ ഇവിടെ എത്താനായിട്ടുണ്ട്, അത് നിങ്ങൾ ഈ പോയി എന്ന് പറഞ്ഞ വഴിയിലൂടെയാണ് ഇപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കച്ചവട സംഘത്തെ പറ്റി നിങ്ങൾ കാണേ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കണ്ടു, ഞാൻ പോണ സമയത്ത് അവർ ഇന്ന സ്ഥലത്താണ്, അവിടെ അവർ എന്ത് ചെയ്തിന് തമ്പടിച്ചിട്ടുണ്ട്, അവിടെ അവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്ന് അങ്ങനെ അവർക്ക് എത്ര ഒട്ടകങ്ങൾ അവിടെ ഉണ്ട്, ആ ഒട്ടകത്തിൻ്റെ എണ്ണം, എപ്പോഴാണ് ഇനി അവർ മടങ്ങി ഇവിടെ എത്താൻ സാധ്യതയുള്ള ദിവസം, അത്ര അടുത്ത് എത്തിയിട്ടുണ്ടോ, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യമായാണ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരിൽ കുറേ ആളുകൾ ഏതായാലും ഒരു വരട്ടും ചോദിച്ചു നോക്കാമെന്ന്. അങ്ങനെ പിന്നെ കച്ചവട സംഘം മടങ്ങി ഇവിടെ എത്തിയപ്പോഴേക്ക് ഇവരെ ഒന്ന് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിങ്ങൾ തമ്പടിച്ചിരുന്നോ?
അവിടെ നിങ്ങൾ ഇത്ര ഉണ്ടായിരുന്നു, ഇങ്ങനെ ഓരോന്നും ചോദിച്ചു നോക്കുമ്പോൾ ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ തന്നെയായി. അപ്പം അവർ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ്. എന്നാൽ അതിൻ്റെ പേരിൽ അവർ വിശ്വസിച്ചോ? അങ്ങനെ വിശ്വാസം ഒന്നും അവരുണ്ടായിട്ടില്ല. പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നാണ്. ഇപ്പം ഫിർഔനെ പറ്റിയും ഫിർഔൻ്റെ ആളുകളെ പറ്റിയും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും എന്നാണ്. ഫിർഔൻ്റെ ആളുകളും അള്ളാഹുവിനെ നിഷേധിച്ചവരാണ്. പക്ഷേ വസ്തൈഖനത്ത് ബിഹാ അൻഫുസുഹും, അവരുടെ ആ മനസ്സിൽ അവർക്ക് ഉറപ്പാണ് ഈ മൂസ പറയുന്നതാണ് ശരി. മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞതാണെന്ന് മനസ്സിൽ ഉറപ്പുള്ള മനുഷ്യന്മാരാണെങ്കിലും അവർ വേറെ പല കാരണങ്ങൾ കൊണ്ടും അത് നിഷേധിച്ചു എന്നാണ്. അത് ഒരു തൗഫീഖ് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ സത്യം കണ്ടാൽ അത് അംഗീകരിക്കാൻ തയ്യാറാതാകുമ്പോൾ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും ഇങ്ങനെയൊക്കെ ചോദിച്ച് നടന്ന വെരിഫിക്കേഷനൊക്കെ നടത്തിയ പല ആളുകളും വിശ്വാസത്തിലേക്ക് വരാതിരിക്കാൻ കാരണം അത് വേറെ കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷെ അവർ വെരിഫൈ ചെയ്തു, അവരത് പരിശോധിച്ചു. അപ്പോൾ വളരെ കൃത്യമാണെന്ന് അവർക്ക് ബോധ്യമായി. ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ, പരിശോധന അത് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര കൂടി ഉണ്ടാകുമ്പോഴേ നടക്കുകയുള്ളൂ. മുകളിലേക്ക് അവിടുന്ന് പോയതാണെങ്കിൽ അത് നടക്കില്ല. അതുകൊണ്ടാകാം, അല്ലാഹു അഅലം, അതുകൊണ്ടാകാം അങ്ങനെ ഒരു രീതി അല്ലാഹു നിശ്ചയിച്ചു. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് നടന്നൊരു സംഭവമാണ്. അതൊരു അത്ഭുത സംഭവമാണ്. അതിൻ്റെ വിശദീകരണം ഖുർആനിലും ഹദീസിലുണ്ട്. പക്ഷെ ആ അത്ഭുത സംഭവത്തിൻ്റെ പേരിൽ വിശ്വാസികളായ നമ്മളോട് യാതൊരു കാര്യവും ഇബാദത്തും ചെയ്യാൻ വേണ്ടി മതം കൽപ്പിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.